പ്രാപ്പോയിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപം ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ മാലിന്യങ്ങൾ തരംതിരിക്കുന്ന കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. പ്രാപ്പോയിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപം ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ മാലിന്യങ്ങൾ തരംതിരിക്കുന്ന കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ വ്യക്തി ആയുർവേദ ആശുപത്രി നിർമ്മിക്കുന്നതിന് സൗജന്യമായി നൽകിയ ഒരേക്കർ സ്ഥലത്താണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിനടുത്ത് ചെറുപുഴ പഞ്ചായത്ത് അധികൃതർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തരംതിരിക്കുന്ന കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സമീപം മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് തരംതിരിക്കുന്നത് തെറ്റായ പ്രവണതയാണെന്നും ആശുപത്രി കോമ്പൗണ്ടിന്റെ ചുറ്റുമതിൽ പൊളിച്ചത് പഞ്ചായത്തിന്റെ അനുമതിയോടെ ആണോയെന്നും വ്യക്തമാക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. മാലിന്യ സംസ്കരണം പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തേണ്ടതിനു പകരം ക്രമവിരുദ്ധമായി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതിനെതിരെ ചെറുപുഴ പഞ്ചായത്ത് സെക്രട്ടറിക്കും ഓംബുഡ്സ്മാനും കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയിരിക്കുകയാണ്. DCC നിർവാഹക സമിതി അംഗം A. ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം KD പ്രവീൺ, PP ബാലകൃഷ്ണൻ, സാജു കണിയാമ്പറമ്പിൽ, പ്രശാന്ത്, മത്തായി പാലക്കാമണിൽ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ച് പ്രതിഷേധം അറിയിച്ചത്. സർക്കാരിൻ്റെ മതിൽ, അതുപോലെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ അത് സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് ആയുർവേദ ആശുപത്രിൻ്റെയൊക്കെ മതിലും മറ്റും സംരക്ഷിക്കേണ്ടെന്ന പഞ്ചായത്ത് അത് പൊളിച്ചു മാറ്റിയിട്ട് ദിവസങ്ങളായിട്ടും യാതൊരു വിധത്തിലും നടപടിയെടുക്കുന്നില്ല. അതിന് പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും വലിയ അനാസ്ഥയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കർശനമായി ഈ മതിൽ പൊളിച്ചതിനെപ്പറ്റി അന്വേഷിക്കണം, അത് കർശനമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്കും ഓംബുഡ്സ്മാനും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഇനി അടുത്ത ദിവസങ്ങളിലായി വീണ്ടും നമ്മൾ ആലോചിച്ച് കൂടുതൽ സമര പരിപാടികളുമായി ഇത് സംബന്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതിന് അടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാലിന് അനുസരിച്ച്, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്നത് പോലുള്ള ഏർപ്പാടാണ്. തൽക്കാലം തട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാനുള്ള ഒരു നടപടിയാണ് ഇതിൽ കാണുന്നത്. ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി, ഇത് പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. മാലിന്യം സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഉത്തമമായ അല്ലെങ്കിൽ ഉചിതമായ സ്ഥലം കണ്ടെത്തുന്നതിന് പകരം നിലവിലൊരു ആശുപത്രി പ്രവർത്തിക്കുന്ന കോമ്പൗണ്ടിനകത്ത് ഇത്തരമൊരു സ്ഥാപനം കൊണ്ടുവെക്കുന്നത് അവിടെ വളരെ വളരെ പാരിസ്ഥിതികമായ ഒരു വിഷയം ഉണ്ടാക്കും. ബോർഡിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. സ്ഥലങ്ങൾ പിന്നീട് ആലോചിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷമാണ് കരാറ് നൽകി ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് പഞ്ചായത്ത് പോയി എന്ന കാര്യം അറിയുന്നത്. ആരോഗ്യപരമായിട്ടുള്ളൊരു മേഖലയിൽ മാലിന്യങ്ങൾ കൊണ്ട് തരംതിരിക്കുക എന്നത് അത്രത്തോളം മോശപ്പെട്ട കാര്യം തന്നെയാണ്. ഇതിക്ക് വേണ്ടി തരംതിരിക്കൽ കേന്ദ്രം, സെഗ്രിഗേഷൻ ഷെൽട്ടർ നിർമ്മിച്ചത് എന്തുകൊണ്ടും മോശപ്പെട്ട പ്രവൃത്തി തന്നെയാണ്. ഇതിൽ പറയാനുള്ളത്, ഹരിതകർമ്മസേന എടുക്കുന്ന മാലിന്യങ്ങൾ അത് 1, 2, 3, 4 വാർഡുകൾ ആയി കൂട്ടി പഞ്ചായത്തിൻ്റെ 3 ഭാഗങ്ങളിൽ ഈ സെഗ്രിഗേഷൻ ഷെൽട്ടർ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഭരണസമിതി തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ഭരണസമിതിയിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. നാട്ടിലെ മുഴുവൻ വേസ്റ്റുകളും കൊണ്ട് തട്ടുന്ന ഒരു ഏർപ്പാട് പരിസരവാസികൾക്കും അതുപോലെ തന്നെ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കും അത് ഭാവിയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കൂടാതെ തന്നെ ഇവിടെ നമ്മൾ വന്ന് കണ്ടപ്പോൾ ഈ നിലവിൽ ഇവിടെ കെട്ടിയിട്ടുള്ള മതിൽ പൊളിച്ചതായി കാണുന്നു. മതിൽ പൊളിച്ച് ഈ കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള കല്ല് ഈ മതിൽ പൊളിച്ചിട്ട് എടുത്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. കെട്ടിടമൊക്കെ പണിഞ്ഞ് അങ്ങനെ പ്രവർത്തിച്ചു വരികയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഈ ആയുർവേദ ആശുപത്രിൻ്റെ ഈ കോമ്പൗണ്ടിനുള്ളിൽ പഞ്ചായത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന ഈ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വേണ്ടി ഒരു ബിൽഡിംഗ് എടുത്തതായി കാണുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രമവിരുദ്ധമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ, സമ്മാനമായി നേടൂ. ഡിസംബർ 15 മുതൽ മെയ് 30 വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ. മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു. കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും. ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.